ഞാൻ എന്തുകൊണ്ട് സ്ക്രീൻ അഡിക്ഷൻ എന്നെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പം ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാലും മെന്റേഴ്സിന്റെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാലും പാരന്റിങ് എടുക്കാൻ പോയാലും കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പോയാലും എല്ലായിടത്തും ഉള്ള ഒരു മെയിൻ പ്രോബ്ലം ഇപ്പം നമ്മുടെ ഷാദിയ ടീച്ചർ പറഞ്ഞതുപോലെ ഇതാണ്, സ്ക്രീനാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇപ്പം ഇതിന്റെ ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പണ്ട് കാലത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ഇന്ന വീട്ടില് അല്ലെങ്കിൽ ഇന്ന നാട്ടില് ഇന്ന സ്ഥലത്ത് മയക്കുമരുന്നിന് അടിമയായ ഒരാളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾക്ക് കാണുന്നത് നമ്മൾ വെള്ളം അടിച്ച് നടക്കുന്ന ആൾക്കാർ, ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് വഴിയിലൊക്കെ വീണ് കിടക്കുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പൊ ഭയങ്കര മദ്യപാനമാണ് എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ പണ്ട് അഡിക്ഷൻ എന്നൊക്കെ പറയുന്നത് വേറെ എവിടെയോ സംഭവിച്ചിരുന്ന ഒരു കാര്യം, വേറെ വീടുകളിൽ സംഭവിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ സ്ക്രീൻ അഡിക്ഷന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മയക്കുമരുന്നായി പോയി അല്ലെ. സോഷ്യലി അങ്ങ് ആക്സെപ്റ്റ് ചെയ്തു, എല്ലാ വീട്ടിലെയും പാരന്റ്സും ആക്സെപ്റ്റ് ചെയ്തു, കുട്ടികളും ആക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സും ആക്സെപ്റ്റ് ചെയ്തു. പണ്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യിൽ നമ്മുടെ ചെറിയ മൊബൈലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സും ഇരുന്ന് തകർക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. അപ്പം ഗ്രാൻഡ് പാരന്റ്സിന്റെ കയ്യിലുമായി, നമ്മുടെ തലമുറയുടെ കയ്യിലുമായി, നമ്മുടെ പിള്ളേരുടെ കയ്യിലുമായി ഒരു വളരെ സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന്. അപ്പം ഇതിന്റെ പ്രോബ്ലം വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ആർക്കും തിരിച്ചറിയാനും പറ്റുന്നില്ല. ഇത് ഇത്രമാത്രം പ്രോബ്ലം ആയെന്ന് അറിയുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോവുകയും ചെയ്യുന്നു. ഞാൻ വളരെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു കാര്യം കഴിയുമ്പോൾ, ക്ലാസ് കഴിയുമ്പം ഇതിലെ പാരന്റ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാല് നിങ്ങൾ എല്ലാവരും പറയാൻ പോകുന്ന നിങ്ങളുടെ കുട്ടിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നം, സ്ക്രീൻ നന്നായി യൂസ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ ഞാനൊരു 4-5 എണ്ണി എണ്ണി പറയാം. ഒന്ന്, വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പൊ പഠനത്തിൽ വലിയ താല്പര്യമില്ല. പണ്ട് അവന് ഇത്ര ദേഷ്യം ഇല്ലായിരുന്നു, അല്ലെ അവർക്ക് ഇത്ര ദേഷ്യം ഇല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് ദേഷ്യം കൂടുതലാണ്. മുന്നേ അവൻ കുറച്ചും കൂടെ വീട്ടിലെല്ലാവരോടും അല്ലെ പുറത്തുള്ളവരുമായിട്ട് കുറച്ചുകൂടെ ഇന്ററാക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ഇന്ററാക്ഷൻ കുറവാണ്. വീട്ടിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, അച്ഛനും അമ്മയും സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ദേഷ്യം കൊണ്ടാവാം, ഈ സ്ക്രീൻ മാറ്റി വെക്കാൻ പറയുന്നത് കൊണ്ട് സ്ക്രീനിൽ കൂടുതൽ സമയം ഉണ്ടാക്കുന്നതൊക്കെ അതിൽ ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പടിയും കൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആള് ദേഷ്യം വന്ന കുട്ടിയെ തന്നെ അല്ലെങ്കിൽ പാരന്റ്സിനെ അല്ലെങ്കിൽ സിബ്ലിങ്സിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് ഇത്. സ്ഥിരമായി കേൾക്കുന്ന ഒരു 5-6 പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആള് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് സ്ക്രീൻ മാറ്റി വെക്കാൻ പറഞ്ഞാൽ, ഞാൻ സ്ക്രീൻ എന്ന് യൂസ് ചെയ്യാണ്, അത് മൊബൈൽ ആവാം, ടാബ്ലറ്റ് ആവാം, ലാപ്ടോപ്പ് ആവാം, എന്തും ആവാം. സോ സ്ക്രീൻ എന്ന് പറയാം നമുക്ക്. അപ്പൊ സ്ക്രീൻ മാറ്റി വെക്കാൻ പറയുമ്പം അല്ലെങ്കിൽ ഗെയിം കളിച്ചത് മതി എന്ന് പറയുമ്പോൾ ഫോൺ തിരിച്ചു ചോദിക്കുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ ആളുടെ ബിഹേവിയറിൽ നല്ല ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുക, ഭക്ഷണത്തിനോട് വീട്ടിലുള്ളവരോടൊക്കെ ദേഷ്യം കാണിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രീൻ അഡിക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. അപ്പൊ ഇതിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മയക്കുമരുന്നാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ആരാ ഇത് കൊടുത്തേന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ. ബാക്കി മയക്കുമരുന്നൊക്കെ പിള്ളേരെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവര് സ്കൂളിൽ പോയിട്ടോ കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരാണ്. ക്യൂരിയോസിറ്റി കൊണ്ട് അവർ ആരും അറിയാതെ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ കൈകളിലേക്ക് കുട്ടികളുടെ കൈകളിലേക്ക് ഈ മയക്കുമരുന്ന് ആരാ കൊടുത്തത്? നമ്മളുടെ കൈകൊണ്ട് കൊടുത്തൊരു മയക്കുമരുന്ന് ആണ് നമ്മളിപ്പോ പ്രശ്നമാവുന്നത് അല്ലെ. നമ്മളുടെ കൈകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. മറ്റേത് മയക്കുമരുന്ന് നോക്കുമ്പോഴും ഇന്നേ വരെ ലോകത്ത് ഒരു പാരന്റ്സും അവനവന്റെ കുട്ടികൾക്ക് മയക്കുമരുന്നൊന്നും വിതരണം അണ്ടിലെന്നാണല്ലോ, അവരും ഒരു അഡിക്റ്റ് അല്ലെങ്കിൽ മെന്റലി പ്രോബ്ലം ഉള്ള ഒരാളല്ലാത്തടത്തോളം നോർമലി ചിന്തിക്കുന്ന ഒരു ലോകത്ത് ഒരു പാരന്റ് ഒരു മയക്കുമരുന്ന് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്റെ കുട്ടി അഡിക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് കൂടെ നിങ്ങൾ പറയുന്ന ഒരു സെന്റൻസ്, എന്റെ കുട്ടിക്കുള്ള ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഞാൻ തന്നെയാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടുകാർ തന്നെയാണ് കൊടുത്തത് എന്നുള്ളതാണ്. സോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നം അല്ലെ. നമ്മളും ഇതിന്റെ ഭാഗവത്തായിട്ട് ഇരിക്കുവാണ്. ഇപ്പൊ സോഷ്യലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുകയും വീട്ടിലുള്ള അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ പാരന്റ്സിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൈക്കോളജിസ്റ്റുകൾക്ക് ഇനി കുറച്ചു കാലത്തേക്ക് അതായത് ആദ്യം ഇല്ലാത്ത കാലത്തേക്ക് വേറെ ഒരു പ്രശ്നം ഇല്ലെങ്കിലും ഈ ഒരൊറ്റ സാധനം മതി ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ എന്ന അവസ്ഥയിലായിട്ടുണ്ട്. കാരണം അത്രയ്ക്കധികം കേസ് വരുന്നുണ്ട്.
നിങ്ങൾ കുട്ടികൾക്ക് ഫോണ് കൊടുക്കണോ, കുറെ സമയം കൊടുക്കുന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവര് നേരെ കോഴിക്കോടേക്ക് ബസ് പിടിച്ചു പോര്. ബീച്ചിനടുത്താണ് എന്റെ ഓഫീസുള്ളത്. ഞാൻ ഓഫീസിൽ സൈഡിൽ ഒരു കസേര ഇട്ട് തരാം, അവിടെ വന്നിരിക്കാം. എന്നിട്ട് ഈ വരുന്ന കേസൊക്കെ ഒന്ന് കേൾക്കാം. അതായത് വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എന്തുമാത്രം പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്നും, വളരെ ഭംഗിയായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന കുട്ടികൾ സ്വന്തം അച്ഛനെ സ്വന്തം അമ്മയെ അടിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് പോവുക, സിബ്ലിങ്സിനെ ഉപദ്രവിക്കുന്ന. അതും ഞാൻ ഈ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറിയ തട്ടുമുട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. എക്സ്ട്രീം കേസ് വരെ പോകുന്നുണ്ട്. ഈവൻ കത്തിയെടുത്ത് കുത്തിയ, കത്രിക എടുത്ത് കുത്തിയ കേസ് വരെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം പാരന്റ്സ് ചെയ്യേണ്ടത്. കാരണം എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയത്, എങ്ങനെയാ കുട്ടികളുടെ കയ്യിൽ ഈ സാധനം എത്തിയത്? എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം കോവിഡ് ആണ്. മാഡം, കോവിഡ് വന്നപ്പോ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു, കോവിഡ് വന്നപ്പോ ഒരു ലാപ്ടോപ്പ് കിട്ടി. അപ്പൊ ഇപ്പൊ അതിനകത്ത് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ആദ്യമൊക്കെ കുറച്ചായിരുന്നു, വളരെ കൺട്രോൾഡ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൺട്രോൾ ഇല്ല. ഇപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ വഴക്ക്. ഇന്നലെ വന്ന കേസും ഇത് തന്നെ, സെയിം റിപ്പീറ്റഡ് ആണ്. അപ്പൊ എനിക്ക് സ്ക്രീനിന്റെ പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ എനിക്ക് അറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നുള്ളത്. കാരണം അത്രയും കേട്ട് പഴകിയിരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇത് എവിടുന്നാ തുടങ്ങുന്നത്? കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിന്റെ മുന്നിൽ ഇരിക്കും. അത് കഴിഞ്ഞ് കുട്ടി ഭക്ഷണം കഴിക്കുന്ന അറിയ പോലും ഇല്ല, കുട്ടി കഴിക്കുന്നത് എന്താന്ന് പോലും അറിയാതെയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്ന കുട്ടികളെ നിങ്ങൾ നാളെ നോക്കിക്കോളൂ. ഈ കുട്ടിക്ക് ഭക്ഷണമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ വ്യക്തിയുടെ വയ്യാലെ പിറകെ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ഞാൻ ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫോൺ വെച്ച് ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണത്തിനോട് യാതൊരു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വിശക്കുന്നു അത് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിക്ക് കഴിക്കണം എന്നൊന്നും ഉണ്ടാവില്ല. പിറകെ ഒരാൾ ഇങ്ങനെ കഴിക്കി എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുട്ടി ഭയങ്കരമായിട്ട് ട്രാൻസ്ഫറൻസ് കാണിക്കുമ്പോൾ, ദേഷ്യം കാണിക്കുമ്പോൾ കുട്ടീനെ ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ ഒരു കൊച്ച് അത്യാവശ്യം നല്ല ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ കുട്ടിയുടെ അമ്മ ഫോൺ എടുത്ത് നീ ഇത് കണ്ടോന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ അവിടെ ഒരു സർജറിക്ക്, എന്റെ ഒരു കസിൻസ് സർജറിക്ക് പോയതാണ്. ഏതാണ്ട് 1.5-2 മണിക്കൂർ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഇരിക്കുകയാണ്. അവര് വന്ന് 10 മിനിറ്റിനുള്ളിൽ കുട്ടിക്ക് ഈ സാധനം കൊടുത്തിട്ട്, പിന്നെ ഏതാണ്ട് ഒരു 4 വയസ്സിന്റെ അടുത്തുള്ള കുട്ടിയാണ്. ഈ കുട്ടി കഴുത്ത് ഇങ്ങനെ താഴ്ത്തിയിട്ട്, നമ്മൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കുട്ടി ഇരിക്കുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ഈ ഒരൊറ്റ ഇരിപ്പിരിക്കുകയാണ്. ഇതിനിടയില് ഇവരുടെ കഥയും പറഞ്ഞ് അവരുടെ സിസ്റ്റേഴ്സ് ആരൊക്കെയുണ്ട്, ഇവരെല്ലാരും. കാരണം എന്താണ്? കുട്ടിയെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല, അല്ലെ? അപ്പൊ കുട്ടിയെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുട്ടീനെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട്, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഇത് കൊടുത്തങ്ങ് ശീലിപ്പിച്ചു. അപ്പൊ കുട്ടികൾക്ക് ഇത് ശീലമായി. ഈ സാധനം കിട്ടാൻ വേണ്ടി ഇനി നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്ത് സംസാരം സംസാരിച്ചാല്, എങ്ങനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കഴിഞ്ഞാല്, എന്ത് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ, ഏത് രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അല്ലെ അമ്മയുടെ കയ്യിൽ നിന്ന്. മിക്ക വീടുകളിൽ ഒരു പ്രശ്നം എനിക്കറിയാം. ഒരാൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ശരിയാണ്, ഇത് തരാൻ പറ്റില്ല എന്ന് ഭയങ്കരമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെക്കും. പക്ഷെ ഒന്നുകിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരോടും കൂടെ വന്നിരിക്കാൻ പറയൂ. കാരണം ഏറ്റവും കൂടുതൽ കേസ് വരുന്നതിൽ ഒരു പ്രോബ്ലം അതാണ്. മാഡം, ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പാരന്റ്സ് ഇത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പാരന്റ്സിന് നോ പറയാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു മയക്കുമരുന്നാണ് ഈ കൊടുക്കുന്നത് എന്ന ബോധം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് അറിയില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ വളരെ വേദനയോടുകൂടി നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തും കൂടെയാണ് ഇത് പറയുന്നത്. ഇപ്പൊ പാരന്റ്സിനേക്കാൾ കൂടുതൽ ഗ്രാൻഡ് പാരന്റ്സ് കാരണം കുട്ടികളുടെ കയ്യിൽ ഫോൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോൻ ഇടയ്ക്ക് വന്ന് പറയും, അമ്മ, ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവന്റെ അമ്മ വരുന്നത് വരെ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ കണ്ണ് എന്തായി പോകുന്നു. അവൻ എന്റെ അടുത്ത് ചോദിക്കുകയാണ്. നമുക്കിതിന് ഉത്തരം പറയാനില്ല. അതിപ്പോ വീട്ടില് ഉള്ള ഗ്രാൻഡ് പാരന്റ്സിന് ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം കുട്ടി കളിക്കല്ലേ എന്നേ വിചാരിക്കുന്നുള്ളൂ. പണ്ടത്തെ കളികളല്ലല്ലോ ഇതുകൊണ്ട് കളിക്കുന്ന കളി. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ ഇത് വന്നു എന്നുള്ളതും എന്തുകൊണ്ട് ഇത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതും. സോ നമ്മൾ തന്നെ കൊടുത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലസ് നമ്മളും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നിൽ നിന്ന്. രാവും പകലും നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം വളരെ നിസ്സാരമായിട്ട് എടുക്കും. എന്റെ കുട്ടി നന്നായിട്ട് യൂസ് ചെയ്യും, അവനിപ്പോ എന്ത് എടുക്കാനും അറിയാം. വളരെ അഭിമാനത്തോടെയാണ് പാരന്റ്സ് 2-3 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് പറയുന്നത്, അവനിത് ഭംഗിയായിട്ട് എത്ര മണിക്കൂർ വേണേലും വീഡിയോ ഗെയിം കളിക്കുന്നൊക്കെ. പക്ഷെ അതിലെ ഒരു ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാണ്, ടെക്നോളജി കുട്ടികൾക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. ടെക്നോളജിയിൽ നിന്ന് നമുക്ക് കുട്ടികളെ മുഴുവനായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ
നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു ടൈമിങ്ങും കാര്യവും ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഏറ്റവും കൂടുതൽ മലബാർ ഏരിയയിലാണ് കുട്ടികൾക്ക് കണ്ണിന് ക്യാൻസർ വരുന്നതെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പിന്നെ ട്രിവാൻഡ്രം ഉള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞ് കേട്ടതാണ്. അപ്പൊ മലബാർ ഏരിയയിൽ നിന്നാണ് അത്ര ഏറ്റവും കൂടുതൽ കണ്ണിനും തലയ്ക്കും ഒക്കെ പ്രശ്നമായിട്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും കാരണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. കാരണം എന്താണെന്നറിയോ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിലുള്ള പാരന്റ്സിന് കുറച്ചും കൂടെ ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അതായത് ഇവരുടെ അടുത്ത് കൃത്യമായ ഒരു നോ പറഞ്ഞ് ഇത് വാങ്ങി വെക്കാൻ പറ്റുന്നില്ല. അപ്പം കുട്ടികളുടെ ഇമോഷണലി ഉള്ള സൈക്കോ ഡ്രാമയിൽ വീണു പോവാണ്. സൈക്കോ ഡ്രാമ കളിക്കാൻ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. അതായത് ഇത് തന്നിട്ടില്ലെങ്കിൽ പഠിക്കില്ല, തന്നിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അപ്പം ഇതൊന്നും കൊണ്ടല്ല കുട്ടി വന്നിട്ടുള്ളത്. കുട്ടി ജനിക്കുമ്പോഴേ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഫോണോ കൊണ്ടല്ല വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു ശീലമാക്കി മാറ്റി ഇനി ഇത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാവാം. പാരന്റ്സിന് നോ പറയാൻ പറ്റുന്നില്ല. ഈ പാരന്റ്സിന് ആദ്യം ഇത് നിസ്സാരാക്കി എടുക്കുകയും നോ പറയാൻ പറ്റാതെ ഇതിനൊരു ടൈമിങ് വെക്കാതെ കൃത്യമായ ബൗണ്ടറി വെക്കാതെ ഇത് കുട്ടികൾക്ക് അഡിക്ഷൻ ആയിട്ട് മാറുകയാണ്. ഈ അഡിക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും നല്ല എന്താണ് അഡിക്ഷൻ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി ഓൾറെഡി അഡിക്ഷനിലാണ് എങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടികളുടെ പഠനം പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇരിക്കേണ്ട ഫസ്റ്റ് ഡിസ്കഷൻ ഇത് തന്നെയാണ്. മോളെ നിന്റെ പഠനം പിറകോട്ട് പോകുന്നുണ്ട്, അതിന്റെ കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പഠനം പഴയതിനേക്കാൾ ബെറ്റർ ആക്കുന്നത് വരെ നമുക്ക് ഇതിന്റെ മുകളിൽ നല്ല നിയന്ത്രണം കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇത് നിങ്ങളൊരു തീരുമാനം എടുത്ത് അവിടെ പെട്ടെന്ന് കുട്ടിയുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങി വെച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ 2-3 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പം കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ ചിലർക്ക് അറിയുന്ന പോലും ഇല്ല കുട്ടി ഇത് എത്ര മണിക്കൂറായി യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ചിലർ പറയുന്നു ഏതാണ്ട് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ യൂസ് ചെയ്യാറുണ്ട്. വളരെ അപൂർവം പാരന്റ്സ് മാത്രമേ ഇത് ഒരു ഹാഫ് ആൻ അവർ ടു 1 അവറിനകത്ത് ഇത് കൃത്യമായിട്ട് അത് നോക്കുകയും വാങ്ങി വെക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഇത് വലിയ പ്രശ്നമില്ല. എന്നാൽ പോലും ഡെയിലി ഇപ്പൊ സ്കൂളിലുള്ള ഒരു കുട്ടിയാണ്, നാളെ സ്കൂളിൽ പോകാനുള്ള ഒരു കുട്ടിയാണ്, രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് കുട്ടി വരുന്നതെങ്കിൽ ആ ഒരു ദിവസം കുട്ടിക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള സമയം എവിടെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. കാരണം കുട്ടിക്ക് ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള സമയം വേണം, ഭക്ഷണം കഴിക്കാനുള്ള സമയം വേണം, ഈ കുട്ടിക്ക് പഠിക്കാൻ ഹോംവർക്ക് ചെയ്യാനുള്ള സമയം വേണം, പഠിക്കാനുള്ള സമയം വേണം, ഇതിന്റെ കൂടെ കുട്ടിക്ക് കുളിക്കാനും അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഉള്ള സമയം വേണം. ഇതിനിടയിൽ എവിടെയാണ് ഈ സ്ക്രീൻ നോക്കാനുള്ള സമയം എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത്. അപ്പം സ്കൂള് നെക്സ്റ്റ് ഡേ ഉണ്ടെങ്കിൽ ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന് മാറിയിട്ട് ഒരു ഹാഫ് ആൻ അവറിലേക്ക് ചുരുക്കാൻ നോക്കുക. അപ്പൊ ആദ്യം വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള ലിമിറ്റ്സ് ആണ്. ദയവ് ചെയ്ത് എന്റെ അടുത്ത് പറയരുത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും വീട്ടിലുള്ള പാരന്റ്സ് ആരാണ്, കുട്ടി ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങള് കുട്ടി പാരന്റും ആയിട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇനി ഇതിന്റെ അനന്തരഫലം അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടീനെ കൊണ്ട് ഏറ്റവും അടുത്തുള്ള ഇതിന് ഈ അഡിക്ഷന് ചികിത്സിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിലേക്ക് പോവാം. കാരണം കുട്ടി പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, അത്രയും വലിയ രീതിയിൽ കുട്ടി അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അഡിക്ഷൻ ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അല്ലാതെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ കുട്ടിയുടെ കൈ കൊടുത്ത മയക്കുമരുന്നാണിത്. എന്റെ കുട്ടിയുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഹെൽത്തിനെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു മയക്കുമരുന്നാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അത് ഇനിയും ഞാൻ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ, ഇനിയും ഞാൻ അതിനകത്ത് ഇതാക്കിയിട്ടില്ലെങ്കിൽ അത് നാളെ എന്റെ കുട്ടി അനുഭവിക്കുന്ന കാണാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നാളെ കുട്ടിക്ക് കണ്ണിനോ ബ്രെയിനിനോ, ഇത് നമ്മൾ കണ്ണും ബ്രെയിനും മാത്രമേ പറയുന്നുള്ളൂ, ഇത് ഈ ശരീരം മുഴുവനുള്ള ഓരോ സെല്ലിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇതിന് മുകളിൽ റിസർച്ച് നടന്നു വരുന്നേ ഉള്ളൂ. കാരണം കുട്ടികൾ യൂസ് ചെയ്യുന്ന ജനറേഷൻ ഇതാണ്. നമ്മളൊക്കെ ഏതാണ്ട് 20-25 വയസ്സിന് ശേഷമാണ് മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ പ്രശ്നങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. നാളെ പഠിച്ചു വരാനുള്ള ലാബിൽ യൂസ് ചെയ്യുന്ന റാറ്റ്സിനെ പോലെ ആയി പോകും നമ്മുടെ പിള്ളേര്. കാരണം ഇതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളെ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡിയിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ വേറെ ഒന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ഭയങ്കര സ്പീഡിൽ വരാനുള്ള ഒരു അവസരം കൂടിയാണ് കുട്ടിയുടെ കയ്യിൽ ഇതിങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത്.
അപ്പൊ കണ്ണും ബ്രെയിനും മാത്രമല്ല, ഈ ബ്ലഡിന് ബാധിക്കുന്ന സമയത്ത് ശരീരത്തിൽ മൊത്തമുള്ള ഏരിയാസിനെ ബാധിക്കും. അപ്പം വയറിൽ അല്ലെങ്കിൽ ലങ്സിനും ലിവറിനും ഒക്കെ പ്രശ്നം വരുമ്പം ഇത് കണ്ണല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഇത് കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിനെ നിസ്സാരമായി എടുക്കുന്നത് ആദ്യം നിർത്തുക. പ്രശ്നം വളരെ ഗുരുതരമാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. കുട്ടീനായിട്ട് ഇരുന്നിട്ട് ഇത് എത്ര സമയം ഈ കുട്ടിക്ക് യൂസ് ചെയ്യണം. ഇപ്പൊ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറയുന്നത് 0 ആണ് പറയുന്നത് ഈ കുട്ടിക്ക് കൊടുക്കേണ്ട സ്ക്രീൻ ടൈം. അതായത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ സംസാരശേഷിയെ ബാധിക്കും, കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവിനെ ബാധിക്കും, കുട്ടിയുടെ അല്ലാതെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള മുഴുവൻ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് WHO 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 0 ടൈം ആണ് പറയുന്നത്. എന്നാൽ പോലും നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാതെ ദൂരെ നിർത്തിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താലും അതൊരു 15 മിനിറ്റിന് മുകളിലേക്ക് പോവാതെ ശ്രദ്ധിക്കുക ഒരു ദിവസം. ഇപ്പൊ കുട്ടി TV കാണുന്നുണ്ടെങ്കിലും അത്രയും ദൂരെ ഇരുന്നിട്ടല്ലേ കാണുള്ളൂ. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഇത്രയും അടുത്ത് പിടിച്ചിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ വയസ്സെടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കുക, ഇത്ര ഏജുള്ള കുട്ടിക്ക് എത്ര സമയം വരെ മാക്സിമം യൂസ് ചെയ്യാന്ന്. അതിന്റെ അർത്ഥം അത്രയും യൂസ് ചെയ്യാം എന്നുള്ളതല്ല. അതിനപ്പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണ്ട ചെയ്യാം. ഇപ്പൊ 1 മണിക്കൂറൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂറൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മിനിമം ടൈം എടുക്കാൻ ശ്രമിക്കാം. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ഇതിലേക്ക് ഏറ്റവും മാക്സിമം ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം ചെറിയ കുട്ടികളുള്ള പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഈ ഒരു ശീലം ഉണ്ടാക്കുക. അതായത് നാളെ സ്കൂൾ ഉണ്ടെങ്കിൽ ഇന്ന് സ്ക്രീൻ ടൈം ഇല്ല, വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ TV കാണുന്നതിന് പ്രശ്നമില്ല, പക്ഷെ മൊബൈലിന് മുകളിലുള്ള കളി ഒഴിവാക്കാം. ഇനി മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളുടെ ജനറേഷൻ അറിയാത്ത അടുത്തൊരു പ്രശ്നം. നമുക്ക് ഈ കുട്ടികൾക്ക് ഈ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം ഒന്ന് യൂട്യൂബിൽ ഷോർട്സ് കാണുക, അല്ലെ, റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. ഈ റീൽസ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ ഒരു റീല് കാണുന്നു, അടുത്ത റീല് കാണുന്നു. അപ്പം നമ്മുടെ അൽഗോരിതം എന്ന് പറയും. അതായത് നിങ്ങൾ ആലോചിക്കുക, ഈ ഓരോ ആപ്പ്, അതായത് ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഈ പറയുന്ന ഓരോ ആപ്പുകളും അവര് എത്ര സമയം നമ്മളെ ഇതിന് മുന്നിൽ ഇരുത്താം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ബിഹേവിയർ തെറാപ്പിസ്റ്റുകളെയും ഒക്കെ കോടികൾ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവരുടെ ജോലി എന്താണ്? ഇത് കയ്യിലെടുക്കുന്ന ഒരു വ്യക്തി മിനിമം ഒരു സമയത്തിനുള്ളിൽ ഇതിട്ടിട്ട് പോകരുത്. അവരെത്ര മണിക്കൂർ ഇതിനകത്ത് പിടിച്ചിരുത്താം എന്നത് ചെയ്യാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത് ഓരോ തവണയും ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആൾക്കാർ ഈ ഓരോ ആപ്പിന്റെയും തലസ്ഥാനത്ത് കിടക്കുന്നത്. അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? വലിയ ആളുകൾ പോലും വന്നിട്ട്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 45 വയസ്സുള്ള ഒരു ആള് കൗൺസിലിങ്ങിന് വന്നപ്പോ പറഞ്ഞു, മാം റീല് നോക്കിയിട്ട് 1.5-2 മണിക്കൂറൊക്കെ പോയി പോന്ന്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആള് വളരെ വ്യത്യസ്തമായ ഒരു പ്രശ്നത്തിനാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അയാൾ പറയുന്ന പ്രോബ്ലം ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ എല്ലാ ആപ്പും ചെയ്യുന്നത്. നല്ല ആപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമയത്തിനും നമ്മുടെ ആരോഗ്യത്തിനും. അപ്പം കുട്ടികൾക്ക് വരുമ്പോ എന്താ പ്രശ്നം? ഒരു റീല് വരുന്നു. അതായത് റീൽ എന്ന് പറയുന്നത് വളരെ സെക്കൻഡ്സ് മാത്രം, 15, 16, 18 മുതൽ 30 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് ആണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 15, 18 സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോ കാണുമ്പോഴേക്ക് ഇവർക്ക് കണ്ടത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വരുമ്പോഴേക്കും ഇവര് ടക്കെന്ന് പറഞ്ഞ മാറ്റാണ്, അല്ലെ? അപ്പൊ അവിടെ എന്താ കിട്ടുന്നത്? അതായത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം പെട്ടെന്ന് മാറ്റുകയും ഇഷ്ടമുള്ള ഒരു സാധനം പെട്ടെന്ന് കിട്ടുക. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. പെട്ടെന്ന് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയാണ് അവർക്ക്. അവർക്ക് വേണ്ട ആ ഒരു ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ എന്താ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ആവശ്യമില്ലാത്ത സാധനം ഞാൻ സഹിക്കേണ്ട കാര്യമില്ല, ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ സഹിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഷോർട്സ് കണ്ട് കുട്ടിയുടെ ബ്രെയിൻ ഇതിന് വേണ്ടിയിട്ട് അഡാപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അതായത് ആ കുട്ടിക്ക് ഒന്നും ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഒരു കാര്യം നോ പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമില്ലാത്തൊരു ഫുഡ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത ഫുഡ് മുഴുവൻ കുത്തി നിറച്ച് കഴിപ്പിക്കണം എന്നുള്ളതല്ല, പക്ഷെ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, അത് ലഞ്ച് ആവട്ടെ, ഡിന്നർ ആവട്ടെ, വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വേണ്ട. അപ്പം കുട്ടിയുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. കുട്ടി ഇതിനൊന്നും, അതായത് നാളെ ഒരു ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ കുട്ടി പട്ടിണിയാവും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതേപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത് വരുന്നു. ഇനി നാളെ സ്കൂളിൽ പോയി ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടീച്ചർ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മാത്സ് ഇഷ്ടമല്ല, ഈ മാറ്റാൻ പറ്റില്ല. റീല് മാറ്റുന്നുള്ള ഇത് മാറ്റാൻ പറ്റില്ല. കുട്ടി അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. കാരണം ഇഷ്ടമില്ലാത്തൊരു കാര്യം അനുഭവിക്കാനുള്ള ബ്രെയിനിനുള്ള കപ്പാസിറ്റി കുട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടീനെ കൊണ്ടുപോയിട്ടാണ് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത സബ്ജക്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടേയിരുത്തുന്നത്. അപ്പൊ ഈ റീൽസ് കണ്ട് പരിചയമുള്ള ശീലിച്ച ബ്രെയിനിന് ഇത് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അച്ഛനമ്മമാരെന്തെങ്കിലും നല്ല കാര്യം കുട്ടിക്ക്
പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ കുട്ടികളുടെ ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പണ്ടേ പറയാറില്ലേ, കുട്ടികൾ വിചാരിക്കുമ്പോഴേ എല്ലാം ചെയ്തു കൊടുക്കരുത് എന്ന് പറയുന്ന കാര്യം, ആ കാര്യമാണ് ഇപ്പൊ ഈ സ്ക്രീൻ എന്ന് പറയുന്ന ഇവർക്ക് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി ഗെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പുറത്തുള്ള ലോകമായിട്ടുള്ള മുഴുവൻ ബന്ധവും ഡിസ്കണക്ട് ചെയ്ത് അവർ ഇരിക്കുകയാണ് ഇതിനകത്ത്, അല്ലെ? ആ ഗെയിമിനകത്ത് ഇരിക്കുന്ന സമയത്ത് അവർ അവിടെയാണ് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഒരു സ്ഥലത്ത് അവർ കണക്ഷൻ ബിൽഡ് ചെയ്യണം. അപ്പൊ അവർക്ക് പുറത്തെ ലോകത്ത് റിയാലിറ്റിയിൽ അച്ഛനില്ലേലും കുഴപ്പമില്ല, അമ്മയില്ലേലും പ്രശ്നമില്ല, കുടുംബക്കാരില്ലേലും പ്രശ്നമില്ല, ഫ്രണ്ട്സില്ലേലും കുഴപ്പമില്ല, സൊസൈറ്റി ഇല്ലേലും കുഴപ്പമില്ല. അവരുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ഇതാണ് ലോകം എന്ന് വിചാരിച്ച് അതിലേക്ക് അങ്ങ് പോവാണ്. സോ ഗെയിമിന് അഡിക്ഷൻ വരുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് ഗെയിം എന്ന് പറഞ്ഞാൽ പൊതുവെ കുട്ടികൾ 70% മുകളിൽ കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വയലൻസ് ഉള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടികൾ ഏത് നേരവും ഡിഷും 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 എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിനകത്ത് ഇവർ ഫുൾ ടൈം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഒളിമ്പിക്സിൽ പോലും ആളുകളെ കൊണ്ട് മൈൻഡ് കൊണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കാറുണ്ട്. മെന്റലി അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. എന്തിനായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? അതായത് ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ചിരുന്ന് അവര് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓടുന്നവരാണെങ്കിലും സ്വിം ചെയ്യുന്നവരാണെങ്കിലും ഇത് ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൈൻഡ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് അറിയില്ല ഇത് ഒറിജിനലി നടക്കുന്നതല്ല എന്നൊന്നും അറിയില്ല. അപ്പൊ ശരീരം വിചാരിക്കുന്ന ഇത് ഓൾറെഡി നടക്കുകയാണെന്ന്. അപ്പൊ ഇവരുടെ എന്താ പറയാ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും, അവർക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതേ കാര്യം നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്കിക്കേ. അതായത് മൈൻഡില് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മൈൻഡിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇത് സത്യമാണോ അല്ലേന്ന് അറിയില്ല വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്. സോ ഒരു കുട്ടി ഇരുന്ന് 2-3 മണിക്കൂർ വീഡിയോ ഗെയിമില് ഈ പറയുന്ന ഷൂട്ടിങ്ങും, അതായത് മിക്ക ഇതിലും വരുന്ന ഷൂട്ട് ചെയ്യും, അവരെ കൊന്നിട്ട് അവരുടെ കയ്യിലുള്ള സാധനം മോഷ്ടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടി കൊല്ലുന്നു, അത് സാധനം എടുക്കുന്നു. സോ ഈ ഗെയിം കളിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇവര് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ നാളെ ഇവരുടെ മുന്നിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം ഇതാണ്. കാരണം അവര് ഇത്രയും കാലങ്ങളായിട്ട് മെന്റലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം. അപ്പം ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കുക, വയലൻസ് ഉള്ള ഗെയിംസ് കളിക്കാതിരിക്കാൻ വേണ്ടി. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്, നമ്മൾ ഈ തീവ്രവാദി സംഘടനകളൊക്കെ കുട്ടികളെ കൊണ്ട് ആകെ ഇത് ചെയ്യിച്ചാൽ മതി, നല്ല ഗെയിം ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടാൽ മതി. അപ്പൊ താനെ കുട്ടികളൊക്കെ നാളെ നല്ല തീവ്രവാദികളായി മാറിക്കൊള്ളും. കാരണം ഒരു കയ്യറപ്പും ഇല്ലാതെ സ്വന്തം അമ്മയെ പോലും കുത്തിക്കൊന്ന കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റുള്ളവരെ ഉപദ്രവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സൂയിസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു പ്രശ്നമാണ്. അതായത് ഈ ഒരു അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ സെൽഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും. സെൽഫിൽ അവർക്ക് സെൽഫ് എസ്റ്റീം കുറയും, സെൽഫ് കോൺഫിഡൻസ് കുറയും, സെൽഫ് റെസ്പെക്ട് കുറയും, അവർക്ക് സെൽഫുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും പോകും. കാരണം പുറത്തെ ലോകമായിട്ടും ബന്ധമില്ല, ആളുകളുമായിട്ടും ബന്ധമില്ലാതെ സെൽഫുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും പ്രശ്നം വരും. ഇങ്ങനെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും. സോ സെൽഫിനെ അവർക്ക് ബാധിക്കാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങളെല്ലാം ഇതാക്കാൻ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് 100% വരാൻ 100% ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഇത് വല്ലവർക്കും പണ്ട് സംഭവിച്ച പോലെ വല്ലവരുടെയും വീട്ടില് മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കുട്ടിയല്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ മയക്കുമരുന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ പാരന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം, ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കോളജിയില് ഈ അസുഖങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഫോളോ ചെയ്യുന്ന ചില ബുക്സ് ഉണ്ട്, DSM, ISD എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് ഒന്നും ഇതിനെക്കുറിച്ച് വന്നു തുടങ്ങിയിട്ടില്ല. അതായത് സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ലോകം ഇതിന്റെ പ്രശ്നം അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ ഈ അസുഖം വന്നു കഴിഞ്ഞു. അപ്പം ഇതിന്റെ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിലും ഇതിന്റെ പ്രശ്നങ്ങൾക്ക് പോവുകയാണെങ്കിലും നമുക്ക് അതിനുള്ള പ്രശ്നം തരണം ചെയ്യാനുള്ള ഫെസിലിറ്റിയും കുറവാണ്. കാരണം ഇതിന് ഉണ്ടായിട്ട് വരണം. അപ്പം അതിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നല്ല ലിമിറ്റ്സ് വെക്കുക, ക്ലിയർ ആയിട്ട് ടൈമിങ് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം. അപ്പം എത്ര സമയം ഒരു ദിവസം നിങ്ങൾ കുട്ടിയുടെ കൂടെ ഇരിക്കുക, ആ കുട്ടിയുടെ ഒരു 24 hours നിങ്ങൾ എഴുതുക. നീ എത്ര മണിക്ക് കിടക്കുന്നു, രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുന്നു, ഈ എഴുന്നേറ്റ സമയം മുതൽ ഒരു കാരണവശാലും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ 1 മിനിറ്റ് പോലും കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുക. അതിന്റെ ആവശ്യമില്ല. പല പാരന്റ്സും പറയുന്ന കാര്യമാണ്, രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് ഭക്ഷണം കഴിക്കുന്ന ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കാറാണ്. ദയവ് ചെയ്ത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ സാധനം കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, രാവിലെ പോകുന്നതിന് മുമ്പേ തന്നെ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂളിൽ പോയി എങ്ങനെ ഇരിക്കാനാണ്?
ആ കുട്ടി ഓൾറെഡി ഇത് തലയിൽ നിറച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. കുട്ടി പോകുന്നതേ ഈ കണ്ട സാധനം വെച്ചുകൊണ്ടാണ് പോകുന്നത്, അല്ലാതെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അവിടെ പോയി കഴിഞ്ഞാലും ഇവർ ഫ്രണ്ട്സ് തമ്മിലും ഇതിനെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടാവുക. ഇന്ന കാര്യം, അത് ഗെയിമിനകത്ത് ഇന്നത് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അതാവും. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു പ്രായം വരെ ഗെയിമാണ്, അത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് പോകും. സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് മറ്റുള്ളവരുടെ പല സന്തോഷങ്ങളെയും, അത് വലിയ ആൾക്കാർക്കും ഉള്ളതാട്ടോ, കുട്ടികൾക്കൊന്നും അല്ല. മറ്റുള്ളവർ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അവരൊരു യാത്ര പോയത് അല്ലെങ്കിൽ അവരൊരു പാർട്ടി ആഘോഷിക്കുന്നത് കാണുമ്പോൾ, അവര് സന്തോഷമായിട്ടുള്ള കപ്പിൾസിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ, അയ്യോ എന്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ, എനിക്കിതൊക്കെ മിസ്സായി പോവാണല്ലോ. ഈ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് പലരും ഡിപ്രഷനിൽ പോകാറുണ്ട്, ആൻസൈറ്റി പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലർ കുറെ കാലത്തേക്ക് ഇതൊക്കെ ഒഴിവാക്കി വെക്കും, പിന്നെയും വീണ്ടും കയറി നോക്കും. എനിക്ക് വളരെ അറിയുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ഈ ഒരു മിസ്സിംഗ് ഔട്ട് പേടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതൊന്നും നോക്കാതെ ജീവിക്കുന്ന ആൾക്കാർ. ഭയങ്കര പേടിയാണ്, എന്റെ ലൈഫിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അഡൽട്സിന് ഈ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്ക്. അവർക്ക് എപ്പോഴും ഒരിക്കലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് കാണാനുള്ള കണ്ണുണ്ടാവില്ല. എപ്പോഴും എന്താ പറയാ, ഇന്ന ഫ്രണ്ടിന്റെ അച്ഛൻ അങ്ങനെ, അമ്മ ഇങ്ങനെ, സഹോദരങ്ങൾ ഇങ്ങനെ, അവരിങ്ങനെ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യുന്നു. അപ്പം ഇത് അവര് നാളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതും കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അപ്പം ഒരു കാരണവശാലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് സ്ക്രീന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഇരുന്നിട്ട് ടൈം നിങ്ങൾ നോക്കാം. നിങ്ങളും കുട്ടിയും കൂടെ ഇരുന്നിട്ട് എത്ര സമയമാണ് ഒരു ദിവസം, ഈ കുട്ടി ഉണർന്നിരിക്കുന്ന സമയം എത്രയാന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൽ എത്ര സമയം സ്കൂളിൽ പോയിരിക്കുന്നു, എത്ര സമയം കുട്ടിക്ക് കുളിക്കാനും അവന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു, ഇതിനുശേഷം വല്ല ട്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എത്ര സമയം പോകുന്നു, ഇതെല്ലാം കഴിഞ്ഞ് ഇവന്റെ കയ്യിൽ എത്ര മണിക്കൂറുണ്ട്, ഈ മണിക്കൂറിൽ വേണം ഇവന്റെ ഹോംവർക്ക് ചെയ്യാൻ, അവന് ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചത് പഠിക്കാനും നാളെ സ്കൂളിലേക്ക് പഠിക്കാനുള്ളത് പഠിക്കാനും. അപ്പൊ ഹോംവർക്ക് ചെയ്യുന്ന സമയം നമുക്ക് പഠിക്കുന്നതായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, ഇന്ന് ക്ലാസ് ചെയ്തതിന്റെ ഹോംവർക്കാണ്, നാളെ ചെയ്തു കൊണ്ടുപോകാനുള്ള സാധനം മാത്രമാണ്. അത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കുട്ടി പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. സോ ഇന്ന് ക്ലാസ്സിലെടുത്ത എല്ലാ സബ്ജക്റ്റും വെറുതെ ഒന്ന് മറച്ചു നോക്കാനെങ്കിലും മിനിമം ഒരു 1 hour വേണ്ടി വരും. അപ്പം കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യുന്നതും കഴിഞ്ഞ് ഈ പഠിക്കാനുള്ള സമയം കുട്ടിക്ക് കിട്ടുന്നുണ്ടോ, ഇത് നിങ്ങൾ ഇരുന്ന് നോക്കുക. എത്ര സമയമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്, നിന്റെ കയ്യിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സമയം എപ്പോഴാണ്. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് വേറെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വേണം. എന്തുകൊണ്ട് കുട്ടികൾ സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ പറയുമ്പം, ഒന്ന് കുട്ടികൾക്ക് പാരന്റ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സോ ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് അച്ഛനും അമ്മയായിട്ട് നല്ല സമയം കിട്ടുന്നില്ല, വീട്ടുകാർ ഒരുമിച്ചുള്ള ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല. നിങ്ങൾ ഈ എഴുതി ഉണ്ടാക്കുന്ന സമയത്തിനകത്ത് അച്ഛന്റെ കൂടെയും അമ്മയുടെ കൂടെയും ഉള്ള സമയം കുട്ടികൾക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 8-9 വയസ്സ് കഴിഞ്ഞാൽ അച്ഛന്മാരുമായിട്ടുള്ള സമയം വളരെ നിർബന്ധമാണ്. അവരുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും അവർക്ക് കോഗ്നിറ്റീവ് ആയിട്ട്, അതായത് ചിന്തിക്കുന്ന രീതി, അവരുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നതാണ് അവരുടെ അച്ഛന്റെ കൂടെയുള്ള സമയം എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ടൈം ഉണ്ടോ നോക്കാം. നിങ്ങൾക്ക് വീട്ടിലെ എല്ലാവർക്കും കൂടെ ഇരിക്കാനുള്ള, അതായത് ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു സമയവും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. കാരണം എന്തുകൊണ്ടാണ് കുട്ടി ഇത്രയും നേരം സ്ക്രീനിൽ ഇരിക്കുന്നതെന്നൊരു ചോദ്യമില്ലേ? കാരണം കുട്ടിക്ക് സമയം കിട്ടുന്നോണ്ടാണ്. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടിയുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ കുട്ടിയെ ചെയ്യാൻ പഠിപ്പിക്കുക. അതായത് അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക. കുട്ടിക്ക് ഇത്രയും ഫ്രീ ടൈം കിട്ടുന്നോണ്ടാണ് കുട്ടി ഇത്രയും നേരം ഈ സ്ക്രീനുമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ വീട്ടിലുള്ള ജോലികളും അവന്റെ കാര്യങ്ങൾ അവളുടെ കാര്യങ്ങൾ അതെന്താന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അപ്പം ലോകത്തെ ഏറ്റവും സ്കില്ലുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവരും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അപ്പൊ നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുട്ടികളെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യം വീട്ടു ജോലികൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒരു ചെറിയ കാര്യമേ അല്ല. കാരണം എന്താണ്, ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു കുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. ഒരു ഉപ്പേരി ഉണ്ടാക്കണം, ഒരു തോരൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ മുന്നിൽ പോയി നിന്ന്, അല്ലെങ്കിൽ പച്ചക്കറി വെജിറ്റബിൾസിന്റെ കൊട്ടയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇതിൽ ഏത് ഇന്ന് തോരൻ വെക്കണം എന്നത് ആദ്യത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിനകത്ത് എങ്ങനെ വെക്കണം, അത് തേങ്ങ ഇട്ടിട്ട് വെക്കണം, മെഴുകുപുരട്ടിയിട്ട് വെക്കണം, വീണ്ടും ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഒരു ദിവസം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾ ആരും ആവട്ടെ, അയാൾ എടുക്കുന്ന കുറേ ഡിസിഷൻസ് ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള ചെറിയ ഏത് ജോലിയിലും ഇതുപോലെ ഡിസിഷൻസ് ഉണ്ട്. ക്ലീൻ ചെയ്യുന്നതിലാവട്ടെ, കുക്ക് ചെയ്യുന്നതിലാവട്ടെ, വീട്ടിലെ മറ്റു ജോലികളിലാവട്ടെ. അപ്പം കുട്ടികളെ വീട്ടിലുള്ള ജോലികൾ പഠിപ്പിക്കുക. ഒരിക്കലും അതിനൊരു വിഷമവും വിചാരിക്കരുത്, അയ്യോ അവൻ പഠിക്കുകയല്ലേ, അവൾ പഠിക്കുന്ന കാലമല്ലേ എന്ന്. നേരെ തിരിച്ചാണ്, കുട്ടിയുടെ പഠനത്തിനും കുട്ടിയുടെ സ്വഭാവത്തിന് നല്ല രൂപീകരണത്തിനും
കുട്ടിക്ക് നല്ല സ്കിൽ ഉണ്ടാവാനും ഒക്കെ വേണ്ടത് വീട്ടു ജോലികൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളത് ഒന്നുമില്ല. കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആണും പെണ്ണും ഒന്നുമില്ല. ഒരു വീട്ടിലെ ജോലി എല്ലാവരുടെയും ബാധ്യതയാണ്. അത് ഒരിക്കലും അമ്മയുടെ മാത്രം അല്ലെ അച്ഛന്റെ മാത്രം ജോലി, അമ്മയുടെ മാത്രം ജോലിയില്ല. വീട്ടിലെ എല്ലാവരുടെയും കൂടെ ജോലികളായിട്ട് കാണാൻ തുടങ്ങും. അപ്പൊ കുക്കിംഗ് പഠിപ്പിക്കാനുള്ള പ്രായമായി തുടങ്ങുമ്പോൾ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടികൾ ഗ്യാസിലെടുത്ത് നിന്നാലുള്ള ഹൈറ്റ് എത്താൻ തുടങ്ങും. ആ സമയം തൊട്ട് തന്നെ കുക്കിംഗ് എനിക്കറിയാം. 3ാം ക്ലാസ് തൊട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. നല്ല ഭംഗിയായിട്ട് ഓംലെറ്റും ചായയും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കുട്ടികളെ അറിയാം. പോട്ടെ, നമ്മൾ പേടിയാണെങ്കിൽ അത്രയൊന്നും പോണമെന്നില്ല. ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോഴേക്കെങ്കിലും നമുക്ക് കുട്ടികളെ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു തുടങ്ങാം. വീട് ക്ലീൻ ചെയ്യാൻ പഠിക്കുന്നത്, അവരുടെ ടേബിൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, അവരുടെ ബുക്ക് എടുത്ത് വെക്കുന്നത്, നാളത്തേക്കുള്ള ടൈം ടേബിൾ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് എടുത്തു കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ദയവ് ചെയ്ത് ചെയ്യരുത്. അത്യാവശ്യം അവരുടെ ബുക്സ് എങ്കിലും എടുത്തു വെക്കാൻ അവരെ കൊണ്ട് പഠിപ്പിക്കാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾ എടുത്തു വെക്കരുത്. ഇത് ഒരു 1st സ്റ്റാൻഡേർഡ് തൊട്ട് കുട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം നാളെ ഏതൊക്കെയാണ് സബ്ജക്ട് പഠിക്കാനുള്ളതെന്ന് നോക്കി ഇരുന്ന് പഠിച്ച് അതെല്ലാം ഒതുക്കി ബാഗിൽ വെക്കുന്നത് അതൊരു സ്കില്ലാണ്. അതുകൊണ്ട് അതും നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. കുട്ടി ആദ്യം നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ, ഏത് ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം കൂടെ ഇരിക്കുക. ഇന്ന് തൊട്ട് ഞാനിത് ചെയ്തു തരില്ല, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്യൊന്നും വേണം. കൂടെ ഇരുന്നിട്ട് പറയാം, ഓക്കെ നാളത്തെ ടൈം ടേബിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോ ഏതൊക്കെയാ സബ്ജക്റ്റ് നോക്കി കുട്ടിയെ കൊണ്ട് എടുത്തു വെപ്പിക്കുക. ഇനി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ലോണ്ടറിയിൽ ഇടാനുള്ള, അതായത് അലക്കാനുള്ള വസ്ത്രങ്ങൾ അതിന്റെ ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇടുക എന്നുള്ളത് അത് മിനിമം 2.5-3 വയസ്സ് തൊട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 2.5 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്റെ അനിയത്തിയുടെ മോക്ക് ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നടക്കാൻ പ്രായമായതുകൊണ്ട് അവൾ ഇട്ട ഡ്രസ്സ്, അത് ഈവൻ അവള് മൂത്രം ഒഴിച്ച തുണിയാണെങ്കിൽ പോലും ഇങ്ങനെ പിടിച്ചോണ്ട് കൊണ്ടുപോകും ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. സോ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, നമ്മൾ പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. സോ അലക്കാനുള്ള തുണികൾ അതിന്റെ സ്ഥാനത്ത് കൊണ്ടേയിടുക. അത് എവിടെയെങ്കിലും കൂട്ടിയിടുന്നതിന് പകരം അതിന്റെ സ്ഥാനത്ത് കൊണ്ടേയിടാൻ പഠിപ്പിക്കുക. തുണിയെ ഒരു പ്രായമായി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. വാഷിംഗ് മെഷീനിൽ തുണി ഇടാനും അത് എടുക്കാനും ഒക്കെ നമ്മളുടെ, അത് ഞാൻ പറഞ്ഞ ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി തുണി അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് നമ്മള് അയൽ വിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അതും ഞാൻ ഈ പറഞ്ഞ ഒരു ഹൈറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റും. സോ വീട്ടിൽ അച്ഛനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഒരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും മോനെയും കൂടെ പറഞ്ഞു വിടാം, മോളെയും കൂടെ പറഞ്ഞു വിടാം ഇത് ചെയ്യാന്നുള്ളത്. സോ ഇതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ വീട്ടിലെ കൊച്ചു ഒരുപാട് ജോലികളുണ്ട്. ഇവിടെ അമ്മയ്ക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്വാസം കിട്ടും. അമ്മയും ജോലിക്ക് പോകുന്നതാണെങ്കിൽ ഈ ജോലികൾ മുഴുവൻ അമ്മയായിരിക്കും ചെയ്യുന്നത്, അല്ലെ അച്ഛനും അമ്മയും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ മകൻ ഇതിനകത്ത് അല്ലെ മകൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ അതും കൂടെ പഠിപ്പിച്ചേക്കുക. കാരണം സ്ക്രീൻ അഡിക്ഷൻ വരുന്നതിന്റെ ഏറ്റവും വലിയ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, കാരണം ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല കേട്ടിട്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കൊണ്ട് മലപ്പുറത്ത് നിന്ന് ഒരു കേസ് വന്നു. ഈ അമ്മ ഒരു സർജറി കഴിഞ്ഞിരിപ്പാണ്. എനിക്ക് നേരിട്ട് അല്ലാതെ അറിയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നായിരുന്നു. അപ്പൊ ഞാൻ അവരെ കണ്ടപ്പോ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ട് 6 ദിവസമായിട്ടേ ഉള്ളൂ, ചെറിയ സർജറിയാണ്, പക്ഷെ അവര് എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് അവർക്ക് നടക്കാനൊക്കെ. അപ്പൊ ഞാൻ 3ാമത്തെ നിലയിൽ എന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിച്ചു. കാരണം അവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു വിഷമം വരുന്നുണ്ടായിരുന്നു. പറഞ്ഞു വന്നപ്പോ കുട്ടിക്ക് സ്ക്രീൻ അഡിക്ഷൻ ആണ്. ഞാൻ ചോദിച്ചു കുട്ടി വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ അടുത്ത് സ്ക്രീൻ അഡിക്ഷൻ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ കുട്ടി വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അവനവന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ അറിയോ എന്ന് ചോദിക്കും. അതായത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹൈസ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കാം, അത് ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല, ഏത് കുട്ടികളാണെങ്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നപ്പം ഈ കുട്ടിക്ക് രാവിലെ പോകാൻ നേരത്ത് ഭക്ഷണം വാരി കൊടുക്കുന്നത്, ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഏത് നാളെ ഇടണം, അതായത് ഒരു കല്യാണ പരിപാടിക്ക് പോവാണെങ്കിലും സ്കൂളിൽ പോവാണെങ്കിലും ആ കുട്ടി ഇടുന്ന ഡ്രസ്സ് വരെ എടുത്തു കൊടുക്കുന്നത് ഈ വയ്യാത്ത അമ്മയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിലത്ത് ഇട്ടേക്കുന്ന ലോണ്ടറിയിൽ അലക്കാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നത്, അത് അലക്കുന്നത്, അത് വിരിക്കുന്നത്, ഇതെല്ലാം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോ ചോദിച്ചു, അപ്പൊ പറഞ്ഞു വരുമ്പോ കുളി ഒഴികെ ബാക്കിയെല്ലാം നിങ്ങളാണല്ലേ ചെയ്തു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ അവരെന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ ഉത്തരം, മാഡം ഇന്നലെ ഞാനാണ് അവനെ കുളിപ്പിച്ചതെന്നാണ്. അത് അമ്മ പറഞ്ഞ ഉത്തരമാണ്. അപ്പൊ എനിക്കത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ അമ്മ കുളിപ്പിക്കുക എന്ന് പറയുന്നത്, അതും നല്ല ആരോഗ്യമുള്ള ഒരു അമ്മയായിരുന്നെങ്കിലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു. ക്ഷമിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ, ഞാനതിനെ ജഡ്ജ് ചെയ്യാതെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. പക്ഷെ ഈ വയ്യാത്തൊരു അമ്മ ആ കുട്ടിയെ കുളിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കുളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇവൻ അവിടെ പോയി ഷവറിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുകയുള്ളൂ, കുളിക്കില്ല. വെള്ളം നനച്ചിട്ട് തല മുതൽ കാല് വരെ വെള്ളം നനച്ചിട്ട് ഇങ്ങ് തിരിച്ചു പോരും. അപ്പൊ ഇത് ശീലമായി കഴിഞ്ഞപ്പം വൃത്തിക്ക് കുളിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയത്. കുട്ടിയെ കുളിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏത് വയസ്സ് തൊട്ട് കുട്ടികളെ, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആയ ആൺകുട്ടി നമ്മുടെ മുന്നിൽ കൂടെ
തുണിയില്ലാതെ നടക്കുന്നതന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടിക്ക് അതുപോലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു അമ്മയുടെ മുന്നില് ഇങ്ങനെ കുളിക്കാൻ നിന്ന് കൊടുക്കുമ്പം ആ കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. അവന് നാളെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ അറിയാത്ത അവസ്ഥ. ഒരു വെള്ളം എടുത്ത് കുടിക്കാൻ അറിയില്ല, ഒരു ടൈം ടേബിൾ എടുത്ത് വെക്കാൻ അറിയില്ല, കുളിക്കാൻ പോലും അറിയില്ല. അപ്പം സ്ക്രീൻ അഡിക്ഷന്റെ കൂടെ ഇതൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മയക്കുമരുന്ന് നമ്മൾ തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് സ്നേഹിച്ച് കൊല്ലാതിരിക്കുക. നിങ്ങൾ അവരെ ഒന്നിനും കൊള്ളാതാക്കാതിരുന്നാൽ മതി. ഞാൻ പറയാം, നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കണ്ട. നിങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കാതിരുന്നാൽ മതി, താനെ അവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോളും. സോ നന്നായിട്ട് ഈ ഒരു ടൈം സെറ്റ് ചെയ്യുക, അവരെ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു തുടങ്ങുക, ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, നല്ല നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു റിച്വൽ, അതായത് എത്ര സമയമാകുമ്പോൾ അതായത് കുട്ടി 10:30ക്കാണ് കിടക്കാൻ പോകുന്നതെങ്കിൽ മിനിമം 9 മണിക്ക് സ്ക്രീനിന്റെ ഉപയോഗം വീട്ടിൽ കഴിഞ്ഞിരിക്കണം. അതായത് കിടക്കുന്നതിന്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുൻപേ, കുട്ടികളല്ല ഇത് അഡൽസിനും കൂടെ ഉള്ളതാണ്, ഒരു 1.5 മണിക്കൂർ മുൻപേ ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ നിർത്തണം. അത് നമ്മുടെ ബ്രെയിനിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്ലീപ്പിന് നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ടാണ്. ഞാനപ്പോ അഡൽസിനോട് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. ചിലർക്ക് അത് പറ്റാത്തതൊക്കെ ഉണ്ടാവുമായിരിക്കും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു നിർബന്ധമില്ല. നമ്മൾ ഈ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും നല്ല നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ വീട്ടിൽ പറ്റുമെങ്കിൽ ചെയ്യാവുന്ന കാര്യം, വല്ല പ്രിന്ററോ കാര്യം ഉണ്ടെങ്കിൽ പ്രിന്റ് എടുത്ത് കൊടുക്കുക, ഒരു പേജൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഈ ഒരു സാധനം എഴുതുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടി ഇത് എഴുതി കഴിഞ്ഞ് ഫോണ് തിരിച്ചു തരുന്നുണ്ട് എന്നുള്ളത് കഴിവതും നോട്ട്സ് ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറയാ. ഈ നോട്ട്സ് അയക്കൽ പരിപാടിയൊക്കെ പകുതിയും തട്ടിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് നോട്ട്സിന്റെ പേരും പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം ഇതും കൊണ്ട് പോവാണ്. അത് എഴുതേണ്ടത് ഏതാന്ന് ചോദിക്കുക, അത് കാണിക്കാൻ പറയാം, അത് എഴുതി ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറയാം. അപ്പൊ ഈ കൊണ്ടുപോകുന്ന കാര്യം എഴുതുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. സോ നോട്ട്സ് ചെക്ക് ചെയ്യുക, ഏതാ നോട്ട്സ് എന്ന് എഴുതണ്ടേന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈമിനകത്ത് കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പാട്ടും ഡാൻസും ട്യൂഷനും എല്ലാം ആയിട്ട് കുട്ടിക്ക് ശരീരം ഇളക്കാനുള്ള ഒരു അവസ്ഥയില്ലെങ്കിൽ അതിന്റെ കൂടെ ഈ സ്ക്രീൻ അഡിക്ഷനും കൂടെ ആവുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം മുഴുവൻ താറുമാറാവുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ള സമയം നിർബന്ധമായിട്ട് എന്തെങ്കിലും ശരീരം ഇളക്കിക്കൊണ്ടുള്ള, അതായത് ഒരു ടീനേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതായത് 13 വയസ്സിന് ശേഷം. അപ്പം കുട്ടി ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് പുറത്ത് കളിക്കാൻ വിടാൻ പറ്റുന്നില്ലെങ്കിൽ വീടിന്റെ അകത്തുനിന്നാണെങ്കിലും കുട്ടിക്ക് ഫിസിക്കലി ഉള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഗാഡ്ജറ്റ്സ് യൂസ്, ഞാൻ പറഞ്ഞു ടെക്നോളജിന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഗെയിംസിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ ടെക്നോളജീനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. ഇപ്പൊ ChatGPT യൂസ് ചെയ്യാൻ പാരന്റ്സിന് അറിയെങ്കിൽ മാത്രമേ ചിലപ്പോൾ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ChatGPT എന്താണെന്ന് അറിയാത്ത പാരന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കുക എന്താണ് ChatGPT. കാരണം നമ്മുടെ കുട്ടികൾക്ക് 100 കണക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ChatGPT ഉണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ടിനെ പോലെ ബുദ്ധി ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ, ഇപ്പൊ എന്റെ മോന് 10 വയസ്സാണ്. അപ്പൊ അവൻ ChatGPTയോട് പറയുന്നത്, ഞാൻ 10 വയസ്സുള്ള ആൺകുട്ടിയാണ്, എനിക്ക് എന്റെ പേര് ഇന്നതാണ്, എനിക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങനെ ചോദിച്ച് അതിൽ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ AI ഇങ്ങോട്ട് തിരിച്ച് ആൻസർ പറയുന്നത് 10 വയസ്സുകാരന്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. മനസ്സിലായോ? സോ ഇതുപോലെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളും കൂടെ പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് ഈ ഗാഡ്ജറ്റ്സിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ക്രീനിനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ ഹോബീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ മ്യൂസിയം ഒക്കെ വിർച്വലി കാണാൻ പറ്റുന്ന ഒരുപാട് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഗാഡ്ജറ്റ്സ് കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക. ഇപ്പൊ കോഡിംഗ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണ്. അപ്പം വെറും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും യൂട്യൂബും റീൽസും ഗെയിമും എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരുപാട് വിശാലമായ ഒരു ലോകം ഈ ഗാഡ്ജറ്റ്സിന്റെ അകത്തുണ്ട്, സ്ക്രീനിന്റെ അകത്തുണ്ട്. അത് കണ്ടുപിടിക്കാൻ നിങ്ങളും അവരും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യം. അപ്പം എങ്ങനെ ഇത് നല്ലോണം യൂസ് ചെയ്യാന്നുള്ളത്, ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം നമ്മുടെ ചോയ്സ് ആണ്. ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് പ്രശ്നം വന്നിട്ട് ചികിത്സിക്കാൻ പോണോ, ചികിത്സിച്ചാലും നേരെയാകുമെന്ന് ഒരുറപ്പുമില്ലാത്ത ഒരു അസുഖത്തിലേക്ക് കുട്ടികളെ എത്തിക്കണോ,
അതോ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടി അവരുടെ ഇമോഷണൽ പ്രോബ്ലം, അതായത് അവരോട് നോ പറയാൻ അവർക്കല്ല പ്രശ്നമുള്ളത്, നിങ്ങൾക്കാണ് പ്രശ്നമുള്ളത്. നിങ്ങൾക്കാണ് അവരുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാത്തത്, അവരുടെ സങ്കടം സഹിക്കാൻ പറ്റാത്ത നിങ്ങൾക്കാണ്, അവരുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റാത്ത നിങ്ങൾക്കാണ്. ആ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് അസുഖങ്ങൾ വരുമ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെ നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ കുട്ടിക്ക് ഈ സാധനം ഒരു എന്താ പറയാ ഒരു ബൗണ്ടറിയും ഇല്ലാതെ നോ പറയാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ സപ്ലൈ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. കാരണം കുട്ടികൾ നമ്മളതാണ്, അവരുടെ കണ്ണും തലയും ഒക്കെ അവർക്ക് വർഷങ്ങളോളം ഉപയോഗിക്കേണ്ടതാണ്. നമ്മളൊരു 25-30 വയസ്സിന് ശേഷം ആയിരിക്കും ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും വർഷം ഉപയോഗിക്കാതിരുന്നതിന്റെ ഒരു ഗുണം നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ 2-3 മാസം തൊട്ട് ഈ സാധനം കണ്ടു വളരുന്ന കുട്ടികളാണ്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടാണ് വളർന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ കാണാൻ TV ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെയാണ് കളറിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണൊക്കെ അത്രേ പ്രശ്നമുള്ളൂ. അപ്പൊ ഒരു കാലം ഇപ്പൊ ദൂരദർശൻ മാത്രം കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾക്ക് പ്രേംനസീറിന്റെ സിനിമയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 90s കിഡ്സിന് പ്രേംനസീറിന്റെ സിനിമയും അറിയാം, ഇപ്പോഴത്തെ ആസിഫ് അലിയുടെ സിനിമയും അറിയാം. പക്ഷെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ അതല്ല. അവർ ടെക്നോളജിയിലേക്ക് ജനിച്ചു വീണ കുട്ടികളാണ്. അപ്പം ആദ്യം പാരന്റ്സ് നോ പറയാൻ പഠിക്കുക, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇത് ഒരു ദിവസമല്ല 3 ദിവസം പറഞ്ഞാലും തീരാത്ത ടോപ്പിക് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിന് പോണ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും എന്നറിയാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയണം എന്നില്ല. അതായത് കുട്ടി ദേഷ്യം പിടിക്കുന്നു, പഠിത്തത്തിൽ പിറകോട്ടാണ്, എന്നോട് പ്രശ്നം കാണിക്കുന്നു, പാരന്റ്സിനോട് പ്രശ്നം കാണിക്കുന്നു, സിബ്ലിങ്സിനോട് പ്രശ്നം കാണിക്കുന്നു, സ്കൂളിലെ ബിഹേവിയർ പ്രശ്നമുണ്ട്, ഇത് നിങ്ങൾ പറയണം എന്നില്ല. ഇതാണ് എങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ തന്നെയാണ്, അതിനുള്ള ചികിത്സിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ടൈം മാനേജ്മെന്റ് മാത്രമേ നമുക്ക് പഠിപ്പിക്കാനുള്ളൂ. അപ്പം കുട്ടിയുടെ ഫുഡ് ശ്രദ്ധിക്കുക, കുട്ടിയുടെ ഉറക്കം ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ആ ഏജിനനുസരിച്ചിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്ക്രീനിന്റെ ഉപയോഗം കൂടുന്ന സമയത്ത് ആദ്യം വരാൻ പോകുന്ന പ്രശ്നം കുട്ടിയുടെ ഉറക്കത്തിനെ ബാധിക്കുക എന്നുള്ളതാണ്. സോ കുട്ടിയുടെ ഉറക്കത്തിന്റെ സമയവും കുട്ടിയുടെ പഠനത്തിന്റെ സമയവും ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ സമയവും ഫാമിലി ഒത്തിട്ടുള്ള സമയവും, ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ കുട്ടിക്ക് നടക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്ക്രീൻ അഡിക്ഷന് സമയം കിട്ടില്ല. ഇതൊന്നും നടക്കാത്തതുകൊണ്ടാണ് കുട്ടിക്ക് കൂടുതൽ സമയം കിട്ടുന്നതും സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുന്നതും. പ്ലസ് കുട്ടിയുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക, വീട്ടിലെ ജോലികളിൽ കുട്ടികളെ ഇടപെടുത്തുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറയാവുന്ന റെമഡീസ് എന്ന് പറയുന്നത്. ഇത്രയും നേരം ഈ സ്പീഡിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ സാധാരണ ഒരു അരമണിക്കൂറൊക്കെ ക്ലാസ് എടുത്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാറാണ്. പക്ഷെ ഇത് അങ്ങനെ ഒരു അരമണിക്കൂർ ചുരുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു പ്രശ്നം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ. ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം പാരന്റ്സ് നമ്മളെ മുന്നിൽ വന്നിരുന്നിട്ടേ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പം അവര് നാളെ ഭാവിയിൽ കുട്ടിക്ക് എന്ത് വേണേ വന്നോട്ടെ എന്നും കൂടാണ് അവിടെ അഫേം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റാതിരുന്നാൽ പറ്റില്ല. കാരണം നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചു കൊടുത്ത മയക്കുമരുന്നാണ്. അപ്പൊ അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ് തിരിച്ചെടുക്കേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാം.